ദൈവമക്കൾക്ക് നിരാശയില്ല, ദൈവമക്കൾക്ക് പ്രശ്നമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പേര് തീയിലൂടെ കടന്നു പോകുന്നെന്ന് പറയും. പക്ഷെ എപ്പോഴും ഓർക്കുക, ഹന്നയെക്കുറിച്ച് പറഞ്ഞത് അവളുടെ മുഖം പിന്നെ വാടിയില്ല. സക്രിയാവ് പ്രാർത്ഥനയ്ക്ക് ഫലം കേട്ടു. സക്രിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കണം, നല്ല പ്രത്യാശയോടെ ജീവിക്കാവൂ. നമ്മളെ തകർക്കുവാൻ പിശാച് പലതരത്തിൽ കടം തരും, ഭയം തരും, നിരാശ തരും. പക്ഷെ അവിടെ ഒക്കെ തന്നെ നമ്മൾ രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ എല്ലാ വേദിയിലും വിട്ടുപോകാതെ പറയുന്ന ഔഗേൻ ബാവയുടെ ഒരു കൊട്ടേഷനുണ്ട്. അത് എല്ലാവരും പ്രസംഗം മറന്നുപോയാൽ ആ വരികളൊന്നും മറക്കരുത്. ഞാൻ ചിലടത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൗമ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിശ്വാസ പ്രമാണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട. ഇതാരും കുറിച്ചെടുക്കണ്ട, പക്ഷെ നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിക്കണം. ഔഗേൻ ബാവ തിരുമേനി പറയുന്നതാ, മക്കളെ, പള്ളിയിലെ പണമെടുത്ത് വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. ഒന്ന് കാണാതെ പഠിക്കുക, പറയാമോ? പെട്ടെന്നൊന്നുകൂടെ പറയാം. പള്ളിയിലെ പണം എടുത്ത് വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. ഉടനെ നമ്മൾ പലരും ട്രസ്റ്റ് ചെയ്ത് നോക്കും. ട്രസ്റ്റിമാരോട് പറയുന്ന വരിയല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓർക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ പണവും, ധർമ്മപ്പണം കൊണ്ടുവന്ന് ശിമോൻ പത്രോസിനോട് പറഞ്ഞത്, അത് എനിക്കും നിനക്കും വേണ്ടി എടുക്കുക. കൃത്യമായി പള്ളിക്ക് കൊടുക്കാൻ, ദൈവകാര്യങ്ങൾ കൊടുക്കാനുള്ള പണം സ്വന്തം പണത്തിന്റെ കൂടെ ഇട്ടാൽ കയ്യിലിരിക്കുന്ന പണം കൂടി വെന്തുപോകും. അതുപോലെ തന്നെയാണ് ഒരാഴ്ച. എത്ര മണിക്കൂറുണ്ട് മക്കളെ? എത്ര മണിക്കൂറുണ്ട് ഒരാഴ്ച? 168 മണിക്കൂർ. നമ്മളൊന്ന് കറക്റ്റ് കൂട്ടി നോക്കിയേ. ഈ 168 മണിക്കൂറിൽ ദശാംശം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെച്ചാൽ ഒരു 16-20 മണിക്കൂർ മനസ്സിരുത്തി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പിട്ട് ആലോചിക്കണം, കർത്താവേ, ഞാൻ ദശാംശമായിട്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനയുടെ ടൈം രാവിലെയും വൈകിട്ടും, ബുധൻ വെള്ളി ശനിയാഴ്ച സന്ധ്യാനമസ്കാരം, വിശുദ്ധ കുർബാന എല്ലാം കൂടെ കൂട്ടിയാൽ 16-20 മണിക്കൂറിനുള്ളിൽ വരും. കൃത്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് ഔഗൻ ബാബ പറയുന്നു, ഇത് വരികളല്ല, സൂക്തമാണ്. പള്ളിയിലെ പണം എടുത്ത് വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയം എടുത്ത് വീട്ടിലെ സമയത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. 3, കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. കൗമ ഏറ്റവും വലിയൊരു നമസ്കാരമാണ്. പണ്ട് ഞാൻ ചിക്കൻ ബോക്സുമായി കിടക്കുമ്പോൾ എൻ്റെ പള്ളിയിലെ പറങ്കാമുട്ടി വല്യച്ഛൻ വന്ന് ഒരു കൗമ മാത്രമേ ചൊല്ലിയുള്ളൂ, ഒരു മനപ്രാർത്ഥനയും നടത്തിയില്ല. പലരും പറയാറുണ്ട് ഇവിടെ സ്തുതിയും സ്തോത്രവും ഇല്ലെന്ന്. ആര് പറഞ്ഞു സ്തുതിയും സ്തോത്രവും? കൗമ ചൊല്ലി നോക്കൂ, 19 സ്തുതി അതിലുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി, തൻ്റെ സ്തുതികളാൽ. അപ്പൊ ഈ പലപ്പോഴും നമുക്കിതിന്റെ അർത്ഥം അറിയില്ല. ദൈവമേ നീ പരിശുദ്ധൻ. പിതാക്കന്മാർ നിരന്തരം കൗമ നമസ്കരിച്ചിരുന്നു. ആ കൗമയ്ക്ക് ഭയങ്കര പവറാണ്. നിങ്ങൾ ഏത് പ്രയാസം വരുമ്പോഴും കൗമ ചൊല്ലി നോക്ക്. ഒരു വഴിക്ക് പോകുമ്പം, ബോറടിക്കുമ്പം, നിരാശ വരുമ്പം. അതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ, കൗമ തെറ്റിച്ചാൽ. നമ്മുടെ അപ്പോസ്തോലിക സഭകളെല്ലാം, മർത്തോമ സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും റീത്ത് സഭയെല്ലാം കൗമയിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കുർബാന പോലും കൗമയിൽ തുടങ്ങി കൗമയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് മറക്കരുത്. കൗമ തെറ്റിച്ചാൽ പിശാച് തെറ്റിക്കുമെന്നല്ല, പിശാച് ചുറ്റിക്കും. 4, എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്. അതിന്റെ അർത്ഥം രാവിലെ വന്ന് കറ്റാനം പള്ളിയുടെ ഗേറ്റ് അടയ്ക്കണമെന്നല്ല. ദേവാലയത്തിൽ പോകുമ്പോൾ അതൊരു പ്രതിജ്ഞ ആയിരിക്കണം. എൻ്റെ യേശുവേ, എൻ്റെ ഒരാഴ്ചയിൽ ഞായറാഴ്ച ദിവസം മറ്റുള്ളവരെ കാണിക്കാനും എൻ്റെ ഷോയ്ക്കും വേണ്ടി പോകാനുള്ളതല്ല. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിനായിരിക്കണം ഏറ്റവും നല്ല ഉത്സാഹം കാണിക്കേണ്ടത്. നമ്മുടെ വലിയ നൊയമ്പിൽ ഒരു പാട്ടുണ്ട്, വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കേണം, കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി
പ്രാർത്ഥിക്കണം കണ്ണീരൊപ്പും, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. പള്ളിയിൽ മണിയടിച്ചാൽ പിന്നെ വീട്ടിലിരിക്കരുത്. പള്ളിയിൽ ക്ലോക്ക് പോലും ഇടരുതെന്നാ. പള്ളിയിലെ ക്ലോക്ക് എന്ന് പറയുന്നത് മണിയാണ്. തുടങ്ങുന്നതിനേ ടൈമുള്ളൂ, തീരുന്നതിന് സമയമില്ല. പിന്നെ സൺഡേ സ്കൂളിന്റെ ഒക്കെ ക്രമീകരണത്തിന് ക്ലോക്ക് ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ കണ്ണും ചിന്തയൊന്നും അതിലേക്ക് പോകരുത്. ആരാധനയ്ക്ക് നിൽക്കുമ്പം ദൈവമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ടൈം പോകുന്നത് അറിയില്ല. അപ്പോൾ ആദ്യം പോകുന്നത് നമ്മളായിരിക്കണം. എനിക്ക് മുമ്പേ ആരും വരരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രസംഗം ആരംഭിക്കാം. എന്നെ ആരും ശ്രദ്ധിക്കരുത്. നമ്മുടെ ആരാധന നോക്കിയേ ഒരാൾക്ക് ഒരാളുടെ മുഖം കാണാൻ പറ്റില്ല. എല്ലാവരും കിഴക്കോട്ടാ തിരിഞ്ഞു നിൽക്കുന്നത്. പുരോഹിതൻ പോലും ഏവൻഗേലിയോൻ വായിക്കാൻ വരുമ്പോൾ മുഖം മറച്ചാണ് പുസ്തകം പിടിച്ചുകൊണ്ട് വരുന്നത്. കാരണം അച്ഛന്റെ മുഖമല്ല. ഹല്ലേലൂയ പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് വരുമ്പം അത് മുഖം മറച്ചു വരും. കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ പോലും മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം അത് രണ്ട് സൈഡുണ്ട്. ചിലരൊക്കെ എത്ര പണം കൂടിയാലും എത്ര സൗകര്യം കൂടിയാലും പള്ളിയിൽ വന്ന് ആരും കാണാതെ കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ യേശുവേ എൻ്റെ ആയുസ് വളരെ ചുരുക്കമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. മറ്റു ചുരുക്കം ചിലരുണ്ട് അല്പം പണവും സാഹചര്യം വരുമ്പം പള്ളിയിലും സാഹചര്യം ക്ലബ്ബ് സംസ്കാരം പോലെ ഉപയോഗിക്കുന്നവർ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കണം, പണ്ട് ജീവിതത്തിൽ 80, 90, 100 കഴിഞ്ഞേ പലരും ലോകം വിട്ടു പോയിരുന്നുള്ളൂ. മുടി നരച്ച് പല്ല് കൊഴിഞ്ഞ് നടുകൂനി കാഞ്ഞരക്കമ്പം കുത്തി ജീവിച്ച ഒരു കാലമുണ്ട്. ഇന്നത് മാറി. 40, 50, 55 കഴിയുമ്പോഴേയും പലരെയും വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ യേശുവേ ഏത് പ്രായത്തിൽ എന്നെ ദൈവം വിളിച്ചാലും പ്രയാസപ്പെടരുത്. ഒറ്റ കാര്യം, എൻ്റെ യേശുവിന് വേണ്ടി ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ ഇട്ടിട്ട് ഭൂമി വിട്ട് പോകാവൂ. അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞു പോകുന്നു. ചേർന്ന് ഒരു കാര്യം കൂടി ചിന്തിക്കുക, എപ്പോഴും യേശുവെ എന്ന് വിളിക്കണം. അതിന് വലിയ ബഹളമൊന്നും വേണ്ട. അടുക്കളയിൽ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ബോറടിക്കുമ്പോഴും നിരാശ വരുമ്പോഴും ശാന്തമായി എൻ്റെ പന്തലിരിക്കുന്ന എല്ലാവരും കൂടി ബഹളമൊന്നും വേണ്ട, വലത്തെ കൈ നെഞ്ചത്തോടൊന്ന് വെച്ചേ ശാന്തമായിട്ട്. ഇവിടെ പ്രസംഗത്തിനൊന്നും മാർക്കിടാൻ ആരും വരണ്ട. എൻ്റെ യേശുവെ ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എൻ്റെ യേശുവെ, എന്നാലേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂ. എൻ്റെ യേശുവെ, യഹോവയെ എപ്പോഴും എൻ്റെ കണ്ണു മുമ്പിൽ വെച്ചിരിക്കുന്നു. കൈയെടുത്തു. നിങ്ങൾ ആ ഒരു ബോധ്യത്തോടെ ഇരിക്കണം. ഞാൻ തന്നെ കഴിഞ്ഞ 5-6 ദിവസമായി വിദേശത്ത്, ഇന്നലെ രാവിലെ വന്നതേ ഉള്ളൂ. ഡിമാൻഡല്ല, പക്ഷെ ശബ്ദം അവിടുത്തെ വിദേശത്തെ തണുപ്പെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അച്ഛനുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ 2 ദിവസം ഞാൻ വരില്ല. ഇതൊക്കെ ദൈവനിയോഗമാണ് അച്ഛൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ദൈവം മുമ്പാകെ ഇരിക്കുന്ന ദൈവമക്കളെ, എൻ്റെ കണ്ണും നിങ്ങളുടെ കണ്ണും തമ്മിൽ ഒരു നല്ല ബന്ധം വേണം. എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിൽ നല്ലൊരു ബന്ധം വേണം. ഒരാൾ പോലും ഇടയ്ക്ക് മൊബൈൽ എടുത്തുകൊണ്ട് പോകരുത്. ആരും അവശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. കഴിവതും ഞാൻ കൂടുതൽ കാണാതെയാണ് പറയുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ദൈവിക കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ ഈ പ്രസംഗം ഒരു യാത്ര പോലെ കൊണ്ടുപോകാം. സാധാരണ നമ്മൾ കുറേ കാര്യങ്ങൾ ബൈബിളിൽ അറിയാവുന്നതുണ്ട്. കാനാവിലെ കല്യാണവും കുരുടന്റെയും കുഷ്ഠരോഗിയുടെയും സക്കായിയുടെ ഒക്കെ തന്നെ പുതിയ നിയമത്തിലെ അറിയാം. പക്ഷെ ഞാനീ പറയുന്ന പ്രസംഗം ഒരു പക്ഷേ ശാലോമിൽ പണ്ട് ഞാനിത് അതിൻ്റെ ഒരു വശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയൊരു സാഹചര്യത്തിൽ സഭയുടെ വിശ്വാസം പറയുവാൻ ഞാൻ എടുക്കുന്ന വേദവാക്യം ശരിക്കും ഒരു 15 മിനിറ്റ് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. ആദ്യം കേൾക്കുമ്പോൾ പരിചയമില്ല എന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. കൂടുതൽ കുനിഞ്ഞിരുന്ന് ബൈബിളൊന്നും വായിക്കണ്ട. അത്യാവശ്യം മനസ്സിൽ തങ്ങാത്തത് മാത്രം കുറിച്ചെടുത്താൽ മതി. ബാക്കിയെല്ലാം എന്നെ നോക്കിയിരുന്നു. നമ്മളൊരു സിനിമയോ സീരിയലോ കാണുമ്പം നമ്മൾ ആരും ഒരു നോട്ട്സും കുറിച്ചെടുക്കത്തില്ലല്ലോ. പക്ഷെ എല്ലാം കാണാതെ അറിയില്ലേ കൃത്യമായിട്ടോ. അതിൻ്റെ അർത്ഥം ഞാൻ സിനിമ 10-25 വർഷമായി സിനിമ കണ്ടിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടൊരു ചിന്തയിൽ ടൈറ്റസ് അച്ഛനല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഒരു കുർബാന അച്ഛന്മാർ ചൊല്ലുന്നില്ല, ഒരു ദൈവവചനം അച്ഛന്മാർ നടത്തുന്നല്ല. ഇതെല്ലാം നടത്തുന്നത് യേശു ക്രിസ്തുവാണ്, തൻ്റെ കൈകളിലാണ്. അപ്പോൾ ഇവിടെ എന്നിലൂടെ നിങ്ങൾ യേശുവിനെ കാണാൻ നിന്നാൽ, പരിശുദ്ധ റൂഹായെ കാണാൻ നിന്നാൽ അറിയാതെ ഒരു ഫ്ലോ ആയിട്ട് മാറും. അപ്രകാരം ഒരു മനസ്സിനെ എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വേദവാക്യം എനിക്കറിയാം 90% പേരും അത്ര പരിചയമുള്ള ഒരു വേദഭാഗമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, മറക്കരുത്. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്. അസ്കലോൻ വീതികളിൽ പാടരുത്. ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. 2 ശമൂവേൽ 1:20. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1:20 ഇന്നത്തെ വേദവാക്യം. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്. അസ്കലോൻ വീതികളിൽ പാടരുത്. ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ കാരണം നമ്മൾ ആരും അത്ര ശ്രദ്ധയോടെ വായിച്ച ഒരു വേദഭാഗമല്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ഓർക്കണം, ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോഴും കേട്ടാലും വീണ്ടും
പഠിക്കേണ്ട ധാരാളം വാക്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. 2 ശമൂവേൽ 1:20. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. ഇനി എന്താണ് ഈ 3 വരി? തൊട്ടു മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദാവീദ് രാജാവിന്റെ ഒരു ധനുർഗീതമാണ് ഈ 3 വരികൾ. ദാവീദ് രാജാവിന്റെ ധനുർഗീതമാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 വരി. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. ഇനി ഗത്തും അസ്കലോനും വിജാതികളുടെ 2 സ്ഥലമാണ്. വിജാതികളുടെ 2 സ്ഥലമാണ് ഗത്തും അസ്കലോനും. ശിംശോന് ശക്തി കിട്ടിയ സ്ഥലമാണ് ഗത്ത്, ശിംശോൻ വീണുപോയ സ്ഥലമാണ് ഗത്ത്. ശിംശോന് ശക്തി കിട്ടിയ സ്ഥലമാണ് ഗത്ത്, ശിംശോൻ വീണുപോയ സ്ഥലമാണ് അസ്കലോൻ താഴ്. അതുകൊണ്ട് ആ ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്. ഇനി എന്തിനാണ് ദാവീദ് ഇങ്ങനെ ഒരു ഗീതം എഴുതിയത്? നമ്മൾ ധാരാളം ഗീതം കേട്ടിട്ടുണ്ട്. സുവിശേഷ ഗീതമുണ്ട്, സിയോൻ ഗീതമുണ്ട്, സങ്കീർത്തനങ്ങളിൽ പറയുന്നത് രാജകീയ ഗീതമുണ്ട്, അനുതാപ ഗീതമുണ്ട്, ഉത്തമ ഗീതമുണ്ട്. പക്ഷെ ഈ ഗീതം അങ്ങനൊരു ഗീതമല്ല, ദാവീദിന്റെ അനുതാപം കൂടിയ ധനുർഗീതമാണ്. ഈ ധനുർഗീതം എഴുതുവാൻ ഒരു പശ്ചാത്തലം ശ്രദ്ധിച്ചിരിക്കണേ. 10 മിനിറ്റോട് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന പിന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഈ ധനുർഗീതം എഴുതാനുള്ള കാരണം മനസ്സിലാക്കുക. ദാവീദും ശൗലും 2 പേരും യഹോവയുടെ അഭിഷിക്തന്മാരാണ്. ഈ അഭിഷിക്തൻ എന്ന് ഓർക്കുമ്പോൾ ഓർക്കണം, പരിശുദ്ധ ദേവാലയവും നമ്മുടെ ശരീരവും മാത്രമേ മൂറും കൊണ്ട് കുദാശ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും യഹോവയുടെ അഭിഷിക്തന്മാരാണ്. ഈ മൂറോനെടുത്ത് കുദാശ ചെയ്യുമ്പോൾ പറയുന്ന ഒരു വരിയുണ്ട്, ശരീരത്തെ മാമോദിസ നൽകുമ്പം, ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്, ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവെ സമൂലം നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. കുഞ്ഞെ, ഈ ശരീരത്തെ ദൈവത്തിന്റെ അഭിഷിക്തനായി മാറ്റപ്പെട്ടാൽ നീ ശരീരത്തെ സാത്താന്റെ കൂടാക്കാൻ അനുവദിക്കരുത്. ഇവിടെ ശൗലും ദാവീദും 2 പേരും യഹോവയുടെ അഭിഷിക്തന്മാരാണ്. ശൗലിന്റെ പ്രത്യേകത 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്, ശൗലിനോളം തോളിന് പൊക്കമുള്ളവർ ദേശത്ത് ആരുമില്ല, ശൗലിനോളം സുന്ദരന്മാർ അവിടെ ആരുമില്ല, ശൗലിന്റെ പടയങ്കി വേറെ ആർക്കും പാകമല്ല. എവിടെ പോകുമ്പോഴും ശൗലിന് മുൻപടിയായി ഇങ്ങനെ അനുഗമിച്ചുകൊണ്ട് ധാരാളം ഭടന്മാരുണ്ടായിരുന്നു. എന്നാൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയാമോ? സ്ത്രീകൾ ഒരു പാട്ടുപാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. സഹോദരങ്ങളെ, ഇവിടെ കുർബാന ക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പാപങ്ങൾ, മരണകരമായ പാപങ്ങൾ. അതിൽ മരണകരമായ പാപങ്ങൾ 3 എണ്ണമാണ്. എന്തെല്ലാമാണെന്നറിയാം? നിങ്ങൾ ആ കുമ്പസാരിക്കാൻ വരുമ്പോൾ അതെടുത്തൊന്ന് വായിച്ചിട്ടേ കുമ്പസാരിക്കാവൂ. ഒരു 20 മിനിറ്റ് ദേവാലയത്തിൽ ഇരുന്ന് ആ കുമ്പസാര ക്രമം നടത്തിയേ ഹൂസോയെ പ്രാപിക്കാൻ വന്നാൽ അത് ചൊല്ലണം. പലരും വന്ന് ക്യൂവായിട്ട് നിന്ന് കുർബാന കൊള്ളുക, ഇത് പലപ്പോഴും തിരിച്ചടിയായിട്ട് മാറും. കർമ്മം പിഴച്ചാൽ കർമ്മിക്കാണെന്ന. ശരിക്കും മാനസാന്തരമാണ് നമുക്ക് ആവശ്യം. ഇവിടെ മരണകരമായ 3 പാപങ്ങൾ പറയുന്നത്: 1 അഹങ്കാരം, 2 അന്യന്റെ ഉയർച്ചയിലുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ബോധ്യം. ഇത് 3 പാപമല്ല, മരണകരമായ പാപമാണ്. ആദ്യത്തേതാണ് അഹങ്കാരം. ശൗലിനെ സുന്ദരനായിരുന്നു, കോമളനായിരുന്നു, പക്ഷെ അവന്റെ അഹങ്കാരം അതിക്രൂരമായിരുന്നു. 2 സ്ത്രീകളൊന്ന് പാടിയതേ ഉള്ളൂ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ ദൈവത്തിന്റെ അഭിഷിക്തനായ ശൗലിൽ പരിശുദ്ധാത്മാവ് മാറി ദുരാത്മാവ് കയറി വന്നു. ദൈവമക്കളെ ഓർക്കണം, എത്ര കുർബാന കൊണ്ടാലും, എത്ര പള്ളി പോയാലും യെശയ്യാ 1:15 മറക്കരുത്. നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും. കാരണം അസൂയയും ദുരിചിന്തയുമുള്ള മനുഷ്യനെ ദൈവം ഉയർത്തില്ല. കാരണം തൊട്ട് താഴെ പറയുന്നുണ്ട്, നിന്റെ മനസ്സ് അഴുക്കാണ്, നിന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ സ്ത്രീകൾ പാടിയത് ദാവീദല്ല പാടിയത്, കൂട്ടത്തിൽ നിന്നപ്പം പാടിയെന്നേ ഉള്ളൂ. പക്ഷെ അന്നു മുതൽ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ പല പ്രാവശ്യം, 3 പ്രാവശ്യം പ്രധാനമായിട്ടും ചുവരിനോട് ചേർന്ന് കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചു. ഇവിടെ ഒന്നും ദാവീദ് ഒരു പ്രതികാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറി ഞാൻ അഭിഷിക്തനാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലും അഭിഷിക്തനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിച്ചു. ഭാരതീയ സംസ്കാരത്തിൽ ഒരു ചൊല്ലുണ്ട്, ആനോ ഭദ്ര കൃതവേ എന്ത് വിശ്വന്ന സർവലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തു നിരാമയ
മാ വിദ്വേഷ മകെ, ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ, ലോക സമസ്ത സുഖനോ ഭവന്തു. ഒരാളെ കൈകൂപ്പി കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്ത്? നമ്മൾ ഒരാളെ നമസ്തേ എന്ന് പറയുന്നത് എന്താ വാക്കിന്റെ അർത്ഥം? ഐ സല്യൂട്ട് ദി ഡിവിനിറ്റി ഇൻ യു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദാവീദ് പാടിയ ധനുർഗീതത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അഭിഷിക്തന്മാരാണെങ്കിൽ ദൈവത്തോടെ ചേർന്ന് നടക്കുമ്പം ആരെന്തെവിടെ പാടിയാലും ഒരു മനുഷ്യനെ പോലും നശിപ്പിക്കാനോ ഒരാൾ പോലും നശിക്കുവാനോ ആഗ്രഹിക്കരുത്. ഇവിടെ ഇതാ 3 പ്രാവശ്യം ചുവരിനോട് ചേർന്ന് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ ഒന്നും ഒരു പ്രതികാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറിപ്പോയി. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, യഹോവയുടെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെയും അവന്റെ മകന്റെയും അന്ത്യം അതിദാരുണമായി പോയി. 1 ശമൂവേൽ 31-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അവർ അവന്റെ തലവെട്ടി ആയുധവർഗം അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രത്തിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ആളയച്ചു. അവർ അവന്റെ അസ്ഥികളെ കുഴിച്ചെടുത്ത് യാബേശിന്റെ ചിബിലി വൃക്ഷത്തിൽ കുഴിച്ചിട്ടിട്ട് 7 ദിവസം ഉപവസിച്ചു. ഇതാണ് ഒരു ദ്രോഹവും ചെയ്യാത്ത ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അന്ത്യം അതിദാരുണമായി പോയി. ഇനി വീണ്ടും നമുക്ക് ധനുർഗീതത്തിലേക്ക് വരാം. നമുക്കറിയാം, ഇവിടെ ഞങ്ങൾ 4 വൈദികരുണ്ട്. എന്റെ മുമ്പിൽ ധാരാളം വിശ്വാസികൾ ഇരിപ്പുണ്ട്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ട് അവർക്കൊരു പ്രയാസമോ അപകടമോ വന്നാൽ പെട്ടെന്ന് നമ്മൾ പറയും, എന്നെ ചെയ്തതിന്റെ റിസൾട്ട് അവന് കിട്ടിയതാണെന്ന്. എന്നാൽ ഇവിടെയാണ് ധനുർഗീതം ദാവീദിനോട്, ദാവീദിന്റെ ഒരു ഭടൻ വന്ന് പറയുന്നുണ്ട്, ദാവീദ് രാജാവേ, അങ്ങേ കൊല്ലാൻ ശ്രമിച്ച ശൗലും അവന്റെ മകൻ യോനാഥാനും പട്ടുപോയി. അവന്റെ വസ്ത്രവും പടയെങ്കിയും ഞാനിതാ നിന്റെ കാൽക്കൽ കൊണ്ടുവെക്കുന്നു. ഇത് കൊണ്ടുവന്ന ദൂതൻ ധരിച്ചത്. ഇത് കേൾക്കുമ്പോൾ ദാവീദിന് വളരെ സന്തോഷമായിരിക്കും. എന്നാൽ ഇത് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞത്, ശൗൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചവനാണ്, പക്ഷെ അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. ദൈവമക്കളെ ഓർക്കണം, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന്റെ നാശം നമ്മൾ ആഗ്രഹിക്കരുത്. പരിശുദ്ധ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ഓർക്കണം, ഇവിടെ വന്നതിൽ ഏറ്റവും പാപിയായ സ്ത്രീ ഞാനാണ്, പാപിയായ മനുഷ്യൻ ഞാനാണ്. എന്റെ യേശുവേ, ഒരാളെ പോലും ദ്രോഹിക്കുവാനോ കൊല്ലുവാനോ ഇടയാകരുത്, മറന്നുപോകരുത്. ഇതാ ദാവീദ് പറഞ്ഞു, അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. യഹോവയുടെ അഭിഷിക്തന്റെ നാശം എന്നോട് ആവേശത്തോടെ വന്നു പറയാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? അവനെ വിത്തിൻ മണിക്കൂറുകൾക്കകം വെട്ടിക്കൊല്ലാനാണ് കൽപ്പന കൊടുത്തത്. അതിനുശേഷം പോയി വ്യാഖ്യാനങ്ങൾ പറയുന്നത് 36 മണിക്കൂറോളം അനുതാപത്താൽ കരഞ്ഞിരുന്നിട്ടാണ് ദാവീദ് ധനുർഗീതം എഴുതിയത്. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. അങ്ങനെയെങ്കിൽ കറ്റാനം ദേവാലയത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, 2023 ജനുവരി മാസം ഇന്ന് ഒരു തീരുമാനമെടുക്കണം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞിട്ടും ആ രക്തം മണ്ണിൽ വീണത് ദൈവത്തിന് സാക്ഷ്യമായി തീരാനാണെങ്കിൽ, ആരോടും പ്രതികാരമില്ലാതെ ആർക്കും ദ്രോഹം ചെയ്യാതെ, ഞാനോ കുറയണം അവനോ വളരണമെന്നുള്ള ദൈവിക പ്രമാണത്തിനായി ഞാൻ ഈ ധനുർഗീതം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കാണാതെ പറഞ്ഞ് പഠിച്ച് ഉള്ളിൽ സാംശീകരിച്ച് ഇന്നു മുതൽ ഒരു സാക്ഷ്യമായി തീരാം. നമുക്ക് പാടാം ധനുർഗീതം 1:20, ശമൂവേൽ 1:20, 2 ശമൂവേൽ 1:20. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. ഈ ധനുർഗീതം പാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ ഉപേക്ഷിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി വേദഭാഗം ഓർത്തിട്ട് കാണാതെ പഠിച്ച് മക്കളെയും പഠിപ്പിക്കണം. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിന്റെ 16, 17, 18 ഇത് നമ്മൾ പലരും വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ഇന്നർ ആശയം കൂടി പറഞ്ഞു തരാം. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണെന്നറിയാമോ? ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനൊന്ന് വിശദീകരിക്കട്ടെ. അതിൽ ആദ്യത്തേതാണ് ഗർവമുള്ള കണ്ണ്. നമ്മളൊക്കെ തന്നെ ഉപവസിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്. എന്താ ഉപവാസം? പലരും ധരിക്കുന്നത് ഉച്ചവരെ 3 ഇഡ്ഡലി കഴിക്കാതെ ഉച്ചയ്ക്ക് പോയി 5 എണ്ണമായി സാമ്പാറും കൂട്ടി കഴിക്കുന്നതിന്റെ പേര് ഉപവാസം എന്നല്ല, അതിന്റെ പേരാണ് പട്ടിണി. ഉപവാസത്തിന് ആദ്യം കൊടുക്കേണ്ടത് കണ്ണിനാണ്.
അതാ പാമ്പാക്കുട നമസ്കാരത്തിൽ പാടുന്നത്, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരാടെ കണ്ണ്, സംസാരം, നടപ്പ്, ഇത് മൂന്നും കണ്ടാൽ മതി ദൈവഭക്തനാണോ തിരിച്ചറിയാം. ഒരാടെ കണ്ണ്, ഒരാടെ സംസാരം, ഒരാടെ നടപ്പ്, ഇത് മൂന്നും കണ്ടാൽ മതി അവന്റെ ദൈവഭക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗർവമുള്ള കണ്ണ്. ഈ കണ്ണിനെ നമ്മൾ പള്ളിയിൽ വന്നും പ്രാർത്ഥിച്ചും അനുദപിച്ചും നല്ല സാന്ത്വനമുള്ള കണ്ണായി. നമ്മുടെ ദേവാലയത്തിലൊക്കെ വെച്ചിരിക്കുന്ന പരിശുദ്ധന്മാരുടെയൊക്കെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ തലയ്ക്ക് ചുറ്റും ഒരു ഓറയാണ്. കാരണം നിരന്തരമായി ദൈവത്തോട് സംസർഗം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ രീതി മാറും. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും ആരും ധരിച്ചു കളയരുത്. സൗന്ദര്യം കറുപ്പുമല്ല വെളുപ്പുമല്ല. സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈക്വൽ ടു പേഴ്സണാലിറ്റി. ജീവിതത്തിന്റെ സൗന്ദര്യവും പേഴ്സണാലിറ്റിയും സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പെടുത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ കണ്ണ് ദൈവവുമായിട്ടൊരു ബന്ധം വന്നാൽ നമ്മളെ നോക്കുന്ന ഒരാൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അതുകൊണ്ടാണ് പറയാറുള്ളത്, നമ്മളെ ഒരിക്കൽ ഒരാൾ നോക്കിയാൽ, ഒരാൾ നമ്മളെ ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണാൻ തോന്നണം. കറ്റാനത്തുള്ള എല്ലാവരെയും ഒരിക്കൽ കണ്ടാൽ എല്ലാവർക്കും കാണാൻ തോന്നും. പക്ഷെ ചിലര് ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ മേലാ നമുക്ക് കാണാനേ തോന്നാറില്ല. അതുകൊണ്ടാ പറയുന്നത് സൂക്ഷിക്കണം ഗർവമുള്ള കണ്ണ്. ഇപ്പം ധാരാളം കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ടെൻഡൻസി ഇല്ല. 15, 16, 17, 20 വയസ്സുള്ള ധാരാളം കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ കയറി വരിക. കാരണം മാതാപിതാക്കന്മാരുടെ ഗർവമുള്ള കണ്ണും അവരുടെ കൂട്ടുകാരുടെ ശൈലികളൊക്കെ തന്നെ പലപ്പോഴും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായി മകനെ എന്നുള്ള വിളിയും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കണ്ണിന് ഒരുപാട് സ്വാധീനമുണ്ട്. ഇവിടെ ഓർക്കണം, ഗർവമുള്ള കണ്ണ്. രണ്ടാമത് പറയുന്നുണ്ട് വ്യാജമുള്ള നാവ്. പലരും വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, അച്ഛ കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു. അങ്ങനെയല്ല തിരുവചനം പറയുന്നത്. കള്ളം പറയുന്നവന്റെ നാവിനെ ഞാൻ ചിന്തിക്കളയും, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ദൈവമക്കളെ ഇന്നു മുതൽ തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പറയുന്ന കള്ളങ്ങൾ കുറച്ചാൽ തന്നെ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ശരീരത്തിലും ഇരട്ടി ഐശ്വര്യം വരും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ? വിശുദ്ധനായ അസീസി പറയുന്നുണ്ട്, നീ ഓരോ ദിവസവും രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കള്ളങ്ങളൊന്ന് എണ്ണി നോക്കണം. ഇന്ന് 50 പറഞ്ഞാൽ അല്ലെങ്കിൽ 10 പറഞ്ഞാൽ നാളെ 9 ആക്കണം. അത് കുറയാത്തിടത്തോളം കാലം ഈ കുർബാനകളൊക്കെ കൊള്ളുമ്പോഴൊന്നും ഈ പവർ വരില്ല. യേശു ക്രിസ്തു എന്തെങ്കിലും കാര്യം ആമീൻ ആമീൻ സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. ഈ ദൈവഭക്തൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, ധനുഗീതം ചെയ്യേണ്ട ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ നാവിനെ കള്ളത്തിന് വിട്ടുകൊടുക്കരുത്. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്. മൂന്നാമത് പറയുന്നുണ്ട് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ കീ വേർഡ് പറയുന്നത്. എന്താ ആലോചിച്ച് നോക്കി, ഒരു തെറ്റും ചെയ്യാത്ത ദാവീദിനെയാണ് ശൗൽ കൊല്ലാൻ ശ്രമിച്ചത്. യേശു ക്രിസ്തു കൈകൊണ്ട് കാണിച്ചതെന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ കുറേയേറെ ചിത്രങ്ങളുണ്ടെങ്കിലും കോൺക്രീറ്റായി 6 ടൈറ്റിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശു തമ്പുരാൻ കൈകൊണ്ട് കാണിച്ചു തന്ന 6 കാര്യങ്ങളുണ്ട്. 1, ഹി ടച്ച് ദി അൺടച്ചബിൾ മാൻ. ആരും തൊടാത്തവനെ യേശു തൊട്ടു. യേശുവിന് വേണമെങ്കിൽ ഒരു കുഷ്ഠരോഗിയെ തൊടേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ യേശു കാണിച്ചു തന്ന, കുഞ്ഞെ നീ ആരും തൊടാത്തവനെ തൊടണം. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഓട്ടോറിക്ഷക്കാരെ ഇല്ലേ, ഈ ഓട്ടോക്കാരെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു അപകടം നടന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഇവരാണ് ഓടിയെത്തുന്നത്. അവരെല്ലാം കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പെട്ടെന്ന് ഇറങ്ങില്ല. അവിടെ വേറൊന്നും കൊണ്ടല്ല, ഭയമുണ്ട്. ഇവരൊന്നും നോക്കാറില്ല. ഞാൻ അതുകൊണ്ട് ആലോചിക്കാറുണ്ട്, ഇവരുടെ 3 ടയർ പോലും തൃത്വമാ, പിതാവ് പുത്രൻ പരിശുദ്ധവുമായ അല്ലേ. ബാക്കി വണ്ടിക്കെല്ലാം 4 ടയറാണ്. ഞാൻ എത്ര പേരെ, ഒരു നാട്ടിൽ അപകടം നടന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഇവിടാ. നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നാൽ ഓടിയെത്തുന്ന ഇവരാ. പലപ്പോഴും നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യർ മാത്രമല്ല നല്ലവർ, പുറമേ കാണുന്ന മോടിയേ ഉള്ളൂ. എപ്പോഴും ഓർക്കണം, ഈ ഭൂമിയിൽ തൊടാത്തവനെ തൊടുന്നവനാണ് ദൈവഭക്തൻ. യേശു ക്രിസ്തു അതാണ് കാണിച്ചത്, ആരും തൊടാത്തവനെ തൊട്ടു. 2, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. എന്തിനാണ് ഒരു കുരുടനെ സൗഖ്യമാക്കാൻ കയ്യിൽ ചേറെടുത്ത് പുരട്ടി അവന്റെ കണ്ണിൽ പുരട്ടി ശീലോഹം കുളത്തിൽ പറഞ്ഞു വിട്ടത്? ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ യേശുവിന് ഒരിക്കലും ഒരു കുഷ്ഠരോഗി തൊടേണ്ട കാര്യമില്ല.
അല്ലെങ്കിൽ മാത്രമല്ല അവന്റെ കയ്യിൽ ചേറ് പുരട്ടേണ്ട കാര്യമില്ല. ഇവിടെ യേശു കാണിച്ചു തന്നു, കുഞ്ഞെ നീ ആരും തൊടാത്തവനെ തൊടണം, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. 3, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. പത്രോസ് ഇതാ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവന്റെ കരം കൊണ്ട് പിടിച്ചതാ കർത്താവ് കയറ്റിയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ, ഈ സമൂഹത്തിൽ മാതാപിതാക്കൾ ഉൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു കൈ ഒന്ന് കൊടുത്താൽ മതി, ചിലപ്പോൾ അവൻ ഈ ഭൂമിയിൽ കുറെ നാളും കൂടെ ജീവിക്കും. ആരും തുറക്കാത്തവനെ കണ്ണു തുറക്കുക, ആരും തൊടാത്തവനെ തൊടുക, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. 4, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ദിസ് ഈസ് റിയൽ ബ്രെഡ്, ദിസ് ഈസ് റിയൽ ബ്ലഡ്. 5, കാൽവറിയിൽ യാഗമായി. 6, ഈ കൈകൾ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു തമ്പുരാൻ കൈകൊണ്ട് കാണിച്ചു തന്ന 6 നന്മകളാണ്. ആരും തൊടാത്തവനെ തൊട്ടു, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, കാൽവറിയിൽ യാഗമായി, ഈ കൈകൾ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ധനുർഗീതത്തിൽ ചേർന്ന് ഞാൻ പറഞ്ഞതാ. ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ദാവീദിനെ ശൗൽ കുന്തം കൊണ്ട് തന്റെ കൈ തമ്പുരാൻ കൊടുത്തത് ഒരാളെ കൊല്ലാനല്ല. ദൈവമക്കളെ ഓർക്കണം. അതുകൊണ്ടാ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ധനുർഗീതം പാടുവാൻ ഈ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. അതിനകത്താണ് ഞാൻ കർത്താവ് കരം കൊണ്ട് കാണിച്ചതെന്ന 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഞാൻ ബലഹീനമായ എൻ്റെ ചിന്ത, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഈ കൊറോണ മാറി മാറി വരുന്നതും ക്യാൻസർ മാറാത്തതും കിഡ്നി സംബന്ധമായ രോഗങ്ങളും ഈ മാരരോഗങ്ങളെല്ലാം വരുന്നത് അവരുടെ മാത്രം കുറ്റവോ കുറവോ അല്ല. ഇന്ന് ഈ മണ്ണിൽ രക്തക്കറ വീഴുന്നതാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏത് മതത്തിൽ ഏത് സഭയിലുള്ളവരെ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ കൊലപാതകം മാറണം. അവൻ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ. ഞാൻ ഈ ധനുർഗീത ഈ സബ്ജക്റ്റ് എടുക്കാൻ തന്നെയുള്ള കാരണം ഏതാ? പലപ്പോഴും കൊലപാതകങ്ങൾ നടക്കുമ്പം പിറ്റേന്ന് രാവിലെ ഞാൻ ആ പത്രം എടുത്ത് മരിച്ച ആളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ, കൊന്നവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഞാൻ ആ കിടക്കയോടെ ചേർന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നീട് അവർക്ക് ആരുണ്ട്? എല്ലാവരും കൈ ചുരുട്ടി പോകും. മറക്കരുത്, ഈ ഭൂമിയിൽ നമ്മുടെ കറ്റാനം പള്ളിയിലെ പെരുന്നാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ കൊറോണ വന്നപ്പോൾ മാത്രം ഇതെല്ലാം ഒന്ന് മാറി നിന്നു, വീണ്ടും കയറി വരികയാണ്. ഇത് എവിടെ കൊണ്ട് ദൈവം പൊറുക്കും? ഇവിടെയാണ് യെശയ്യാവ് പറഞ്ഞ വരി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. ദൈവഭക്തന്മാരെ, ഒരാളെ ദ്രോഹിക്കരുത്, ഒരാളെ വെട്ടരുത്, ഒരാളെ കൊല്ലരുത്. നമുക്ക് പറ്റിയതല്ല. ഒരു തുള്ളി രക്തം നിനക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിന്റെ ശരീരത്ത് പകരം വെക്കുന്നതിന്റെ പേര് കൃത്രിമമെന്നാണ്. ഉടയതമ്പുരാൻ ദാനമായി തന്നതാണ് ഈ ജീവിതം, ഈ നാവും ഈ കൈയും. നീ അതെടുത്ത് വെട്ടിക്കൊന്ന് ഈ ഭൂമിയിൽ കൊലപാതകം വീഴുമ്പോൾ ഇവിടെ സദൃശ്യവാക്യം പറയുന്നു, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. അത് ദൈവഭക്തന്മാർക്ക് പറ്റിയതല്ല. ഇനി 4ാമത് പറയുന്നുണ്ട്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. തിരുവചനം പറയുന്നു, മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ എത്ര ക്രമമുണ്ട്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, വിശുദ്ധ കുർബാനയിൽ എത്ര ക്രമമുണ്ട് മക്കൾ? എനിക്കറിയാം, നമുക്കൊരു ക്രമം അറിയാം, നമുക്കറിയാവുന്ന കുർബാന ക്രമമാണ്. വിശുദ്ധ കുർബാനയിൽ 13 ക്രമങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയിൽ തുബ്ദേൻ 6 അല്ല 18 ഉണ്ട്. 6 അച്ഛന്മാര് വായിക്കുന്നുണ്ട്, 6 പരസ്യമായിട്ട്, 6 രഹസ്യമായി, 6 ശുശ്രൂഷക്കാർ വായിക്കുന്നുണ്ട്. ഈ 18 തുബ്ദേനകത്തും അച്ഛന്മാർ ചൊല്ലുന്നത്, ഒരിക്കലും ഒരു വൈദികൻ 13 ക്രമം ചൊല്ലിയാൽ ഒരു വരി പോലും നമ്മുടെ സഭയിൽ അച്ഛന്മാർക്ക് വേണ്ടി ചൊല്ലാറില്ല. കേട്ടിട്ടുണ്ടോ? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. അവസാനം മാത്രമേ അച്ഛൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഒരു കാല് താഴോട്ട് വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ. എന്താ നമ്മൾ വിചാരിക്കും, അച്ഛാ ഇവിടെ എന്താണ് ഈ മറ്റു സഭകളിലൊക്കെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു, ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ വിഷയം വെക്കണ്ടെന്നല്ല, ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാമോ? ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ് മാവൂവിലെ പിലക്സിനോസ് പിതാവിന്റെ പ്രാർത്ഥന. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഇപ്പം നമ്മുടെ അപ്പോസ്തലിക സഭകളെ നശിപ്പിക്കുവാൻ കുറെ ഏറെ പേര് വന്നു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു വരി മറക്കരുത്, അന്ത്യകാലത്ത് എന്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. ദൈവഭക്തി എന്ന് പറയുന്നത് മുട്ടിപ്പായി സങ്കീർത്തനം പറഞ്ഞതുപോലെ, എന്റെ യഹോവേ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ യഹോവ കേൾക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയാം. ഒരു 25 വർഷം മുമ്പുള്ള മാതാപിതാക്കന്മാരെ നോക്കിയേ, ഏത് വീട്ടിൽ ഗേറ്റ് ഉണ്ടായിരുന്നു, ഏത് വീട്ടിൽ മതിലുണ്ടായിരുന്നു,
ഏത് വീട്ടിൽ നല്ല ആഹാരം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഉള്ളത് കൊണ്ട് 2-3 മുറിയുള്ള വീട്ടിൽ സന്തോഷത്തോടെ തൃപ്തിയായി 3 നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. അന്ന് ആർക്കും ആരോടും ദുരുപായമില്ല, ആർക്കും ആരോടും പിണക്കമില്ല. കാരണം നമുക്കൊരു കാര്യം അറിയാം, എന്റെ ദൈവം വഴി നടത്തുന്നതാണ്. ദേവാലയത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ മറക്കരുത്, ഈ 13 ക്രമങ്ങളിൽ ഇവാനിയൂസിന്റെ ഒരു ക്രമമുണ്ട്. ആ ഇവാനിയൂസിന്റെ ക്രമത്തിൽ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ദൈവമേ, നിഷ്കളങ്ക മനസ്സ്, വിശുദ്ധ വിചാരം, പരമാർത്ഥമുള്ള നാവ്, ശരീര വെടുപ്പ്, ആത്മധൈര്യം. ഇതാണ് നമുക്ക് ദൈവം തരേണ്ടത്. എന്തൊക്കെയാ? 1 നിഷ്കളങ്ക മനസ്സ് വേണം, 2 വിശുദ്ധ വിചാരം വേണം, 3 പരമാർത്ഥമുള്ള നാവ്, ശരീര വെടുപ്പ്, ആത്മധൈര്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, പിണങ്ങരുത് എന്നോട്. നമ്മൾ ഒരിക്കലും ദൈവാനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അച്ഛൻ ഇതുവരെ പറഞ്ഞത് മൊത്തം ഞങ്ങൾ കേൾക്കാം, പക്ഷെ ഞങ്ങളല്ല ഇന്ന് കൺവെൻഷൻ വന്ന എന്തിനു വേണ്ടിയാ? ദൈവാനുഗ്രഹം. ടൈറ്റസ് അച്ഛൻ പറയുന്ന അതിനല്ല വരേണ്ടത്. നമ്മൾ ദൈവാനുഗ്രഹത്തിനല്ല പള്ളിയിൽ വരേണ്ടത്, നമ്മൾ ദൈവത്തെ കിട്ടാനാ. അഹം ബ്രഹ്മാസ്മി എന്ന് ഹൈന്ദവ ശാസ്ത്രം പറയുന്നെങ്കിൽ, എന്റെ ദൈവമേ, നീ എന്റെ ഉള്ളിൽ വന്നേ. വൃദ്ധനായ ശിമയോൻ പ്രാർത്ഥിച്ചു, യേശുവിനെ കയ്യിലോട്ടൊന്ന് ഏന്തിയപ്പം, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്താൽ വിട്ടയക്കുന്നു. എന്റെ ദൈവമേ, ഈ ഭൂമി വിട്ട് പോകുന്നതിനകത്ത് എന്റെ യേശുവിനെ ഒന്ന് രുചിച്ചറിയണം. ഇനി ഞാൻ തിരുത്താം, ദൈവാനുഗ്രഹം വേണ്ടെന്നല്ല. നമുക്ക് ആദ്യം വേണ്ട ദൈവാനുഗ്രഹമാണോ ദൈവമാണോ? ദൈവമാണ്. ദൈവം എന്റെ കൂടെ വന്നാൽ ദൈവാനുഗ്രഹം വേണ്ടാന്ന് ഞാൻ പറയുന്നത്. പക്ഷെ പ്രഥമമായി ഞാൻ പറയട്ടെ, ദൈവം എന്റെ ഉള്ളിൽ വസിക്കണം. അത് വരണമെങ്കിൽ തിരുവചനം പറയുന്നുണ്ട്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നമ്മുടെ ഉള്ളിൽ എന്താ, ചിലര് പറയാറുണ്ട്, അച്ഛാ പള്ളിയിൽ പോയിട്ടും നോമ്പെടുത്തിട്ടും മുട്ടുകുത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും എനിക്ക് പ്രയാസങ്ങൾ മാറുന്നില്ല. അതെന്താ കാരണം? നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പിട്ട് ദൈവത്തോട് ചോദിക്കണം, എന്റെ യേശുവേ, ഈ ഭൂമിയിൽ കണ്ടുപിടിക്കാത്ത പാപങ്ങൾ വേറെ ആർക്കും അറിയില്ല, പക്ഷെ നിനക്കും എനിക്കും അറിയാം. 139 സങ്കീർത്തനം, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നടത്തണം. ദൈവമക്കളെ, ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് അറിയാമോ? സ്വന്തം തെറ്റ് മനസ്സിലാക്കാത്തതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റ്. അത് തിരുത്താത്തതാണ് മറ്റൊരു തെറ്റ്. എന്റെ യേശുവെ, എന്റെ ഭവനത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ ശരീരത്തിന് തടസ്സമായി നിൽക്കുന്ന അസൂയ, ദുരുപായം, ഞാനിതാ 7 മരണകരമായ കുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റുന്നു. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. 6ാമത് പറയുന്നുണ്ട്, ദോഷത്തിനായി ഓടുന്ന കാലുകൾ. സഭാപ്രസംഗി 5:1, ദേവാലയത്തോട്ട് പോകുമ്പോൾ നീ കാൽ സൂക്ഷിച്ചു കൊള്ളണം. ഒരു ദൈവഭക്തൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എഴുന്നേൽക്കാവൂ. അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ ഡയറിയിലോ ബൈബിളിലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ കുറേ കുടുംബങ്ങളെ മാറ്റിയെടുത്ത് അവരെ ഒരു കുമ്പസാരം പോലെ പറഞ്ഞിട്ട്, അച്ഛാ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു കുടുംബമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വൈകിട്ട് എല്ലാവരോടും ഒരുമിച്ചാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡയറി കുറിച്ചിടുന്നുണ്ട്. പലരും പറഞ്ഞ് അവരുടെ അനുഭവം ഞാൻ കുറിക്കുന്നു. കാരണം രാവിലെ 4:30ക്കും 5 മണിക്കും അകത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നശിക്കില്ല. അതുകൊണ്ടാണ് ചൈനയിലെ കൺഫ്യൂഷ്യസ് പറയുന്നത്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. സങ്കീർത്തനം 5:4, യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. ദൈവമക്കളെ, എന്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാത്തത്? ഭാര്യ ഭാര്യയുടെ വഴിക്ക് പ്രാർത്ഥിക്കും, ഭർത്താവ് ഭർത്താവിന്റെ വഴിക്ക്, മക്കള് മക്കളുടെ വഴിക്ക്. ഒരുമിച്ച് ഒരു 10 മിനിറ്റ് ആയാലും മതി. നിലത്ത് പായിട്ട് ആഴ്ചയിൽ 7 ദിവസം പറ്റിയില്ലെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും പ്രാർത്ഥിക്കുക. എന്നിട്ട് അടുത്ത വർഷത്തെ പെരുന്നാളിന് നിങ്ങളുടെ ഭവനത്തിന്റെ മാറ്റം പറ. ഒരുപാട് മാറ്റം വരും. അത്ര പ്രകാശമാണ്, അത്ര വെളിച്ചമാണ്. അതുകൊണ്ട് യഹോവേ, അതിരാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അടുത്തൊരു മനപ്രാർത്ഥനകളുണ്ട്. എന്റെ യേശുവേ, ഞാൻ ഇന്നൊരു കാലെടുത്ത് വെക്കുമ്പം അത് വേറൊരാൾക്ക് ദോഷമായി മാറരുത്. ദോഷത്തിനായി ഓടുന്ന കാലുകൾ. പണ്ട് പൂർവ്വപിതാക്കന്മാർ പാടിയിരുന്നു, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഇനി 7ാമത് പറഞ്ഞത് ഈ 6 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ. പിന്നെ പറയുന്നുണ്ട്, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവർ.
ദൈവമക്കളെ, ഒരമ്മ പറ്റ മക്കൾ തമ്മിൽ ഒരല്പം പണത്തിന് വേണ്ടി, ഒരല്പം വസ്തുവിന് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഓബദ്യാവ് 1:12, നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരന്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ കുഞ്ഞുങ്ങൾ തമ്മിൽ സാഹചര്യങ്ങൾ കൊണ്ട് പിണക്കങ്ങൾ വരാം, പക്ഷെ സൂര്യൻ അസ്തമിക്കുവോളം പിണങ്ങിയിരിക്കരുത്. പിന്നെങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയൊന്ന് ചൊല്ലിയേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ, ഒന്നുറക്കെ ചൊല്ലിയേ, ഞങ്ങളുടെ കടക്കാരോട് കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് വേണ്ട. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചൊല്ല്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ചൊല്ലത്തില്ലെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട് കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കരുത്. ഉടയതമ്പുരാൻ കാൽവരിയിൽ യാഗമാകുന്നത് വരെയും ഈ ലോകത്തിന് പാപമോചനത്തിനായി നമുക്ക് രക്തം വീഴ്ത്തിയെങ്കിൽ നമ്മൾ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ്, ഈ കാണുന്ന വസ്തു നിങ്ങൾ കൊണ്ടുപോകുമോ? ഈ കാണുന്ന വീട് കൊണ്ടുപോകുമോ? ഈ കാണുന്ന സ്വർണം കൊണ്ടുപോകുമോ? കാർ കൊണ്ടുപോകുമോ? വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. വീടെന്ന വാക്കിന്റെ അർത്ഥം വിട്ടുകളയാനുള്ളതെന്ന. അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് വഴിത്താരയിലൂടെ കൊണ്ടുപോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ആർക്കും പാടാവുന്ന അത്ര അർത്ഥമാ. സ്വരമാം വീടേ എന്തേനുമോ കീപ്പിച്ചെന്നെ, സ്വരമാം വീടേ എന്തേനുമോ കീപ്പിച്ചെന്നെ. എന്താ അങ്ങനെ മോഹിപ്പിച്ച് വീടരുത്, തിരിച്ചായിരിക്കണം. സ്ത്രീകളുടെ ശവസംസ്കാരത്തിന് സുന്ദരമായ വരികൾ വീണ്ടുമുണ്ട്. പോക സഹജാതെ ഭൂവാസം നിരസിച്ചോളെ, രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ. ഈ ലോകത്തിലെ വീടും സമ്പാദ്യങ്ങളും സ്വത്തിനും പ്രാധാന്യം വേണ്ടെന്നല്ല, കൊടുക്കണം. അമിതമായി കൊടുത്തിട്ട് നഷ്ടപ്പെട്ട് ജീവിത നിരാശയെ പോകാതെ ഇതൊക്കെ ഉണ്ട്. ദൈവമേ, ഇതെല്ലാം എൻ്റെ തലമുറയ്ക്കും ഈ സമൂഹത്തിനും വിട്ടുകളഞ്ഞിട്ട് ഞാൻ പോകാനുള്ളതാ. ഈ കൊറോണ വന്നപ്പോൾ ആലോചിച്ച് നോക്കി ദൈവമക്കളെ, നമ്മുടെ മൂക്കുപൊത്തിയിലെ, വാ പൊത്തിയിലെ, നാക്കുപൊത്തിയിലെ, പല്ലുപൊത്തിയിലെ ഒരു ചെറിയ തുണിയുണ്ട്. പക്ഷേ കരയാനുള്ള കണ്ണുപൊത്തിയോ, റൂസ്മ വരയ്ക്കാനുള്ള നെറ്റി പൊത്തിയോ? ഇതിൽ ഒരു കെട്ട് കെട്ടുമ്പോൾ നമ്മുടെ പേര് ഡെഡ് ബോഡി എന്നാണ്. ഈ ഭൂമി തമ്പുരാൻ തന്നിരിക്കുന്ന ആയുസ്സിൽ ദൈവമക്കളെ ധനുർഗീതം പാടണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. എനിക്കിപ്പോഴും അറിയാം, എത്ര പണം കൂടിയാലും എത്ര സ്വത്ത് കൂടിയാലും ചില കുടുംബത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ആ കുടുംബത്തെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് പോകും. ഈ ചില കുടുംബയോഗങ്ങള്, പ്രാർത്ഥന ഗ്രൂപ്പുകൾ, ഇതൊക്കെ ആവശ്യമാണ്. എല്ലാ കുടുംബങ്ങളും തമ്മിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൂടിയിരുന്ന് ഒത്തൊരുമിച്ച് 2 പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. നാളെ അവരെ കാണണമെന്നില്ല, നാളെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല. എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത്? എൻ്റെ കൂടെ തന്നെ ഈ കറ്റാനംപള്ളി ഞാൻ 6ാമത്തെ പ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ 5 പ്രാവശ്യം എൻ്റെ കൂടെ വന്ന 57 വയസ്സുള്ള എൻ്റെ 2ാമത്തെ സഹോദരൻ കൊട്ടാരക്കര ടൗണിൽ വെച്ച് പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് മരിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. ഇന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഇല്ല. ഇതേ ഉള്ളൂ നമ്മുടെ കാര്യം. ജീവിതത്തിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് എല്ലാ വേദിയിലും ഇത് പറയാറുണ്ട്. മറക്കണം, പൊറുക്കണം. എന്തിനാണ് വിരോധം? പിന്നെ അങ്ങനെ ഈ കുർബാന കൊണ്ടിട്ട് എന്ത് കാര്യം? നമ്മൾ നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ അല്ല, ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതുമല്ല. എൻ്റെ ദൈവം തമ്പുരാൻ തന്ന ഇറ്റ് ഈസ് വിൽ ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് കൊടുക്കണം. ദൈവമക്കളെ, മിണ്ടാതിരിക്കരുത്, പിണങ്ങരുത്. നാളെ നിനക്കൊരു ആപത്ത് വന്നാൽ നിന്റെ സഹോദരനെ കാണൂ, നിന്റെ പെങ്ങളെ കാണൂ, നിന്റെ അമ്മയെ കാണൂ, നിന്റെ അമ്മാവിയമ്മയെ കാണൂ. അവരെയൊക്കെ മിണ്ടാതെ നമ്മൾ ധരിക്കുന്നത് ഒരു മതിലും കെട്ടി വാലില്ലാത്ത പട്ടിയും വളർത്തി അതിനേക്കാൾ വലിയൊരു ഗേറ്റും ഇട്ട് 20 മുറിയും 32 താക്കോലുമായിട്ട് ജീവിച്ചാൽ ഏതാണ്ട് ഒന്നുമില്ല. ടെൻഷൻ അടിച്ച് മരിക്കത്തേ ഉള്ളൂ. അടുത്തിടയ്ക്ക് ഒരു വീട് ഉദാശിക്ക് ഒരു അച്ഛൻ പറയായിരുന്നു, 10-30 മുറിയുള്ള ഒരു വീടായിരുന്നു. ഈ ശുശ്രൂഷക്കാരൻ പ്രായമുള്ള ഒരു അപ്പച്ചനാ. കുന്തിരിക്ക് വിട്ടുകൊടുത്തു. അപ്പച്ചൻ ഈ കുന്തിരിക്ക് വിട്ട് മുറികളെല്ലാം വീച്ചിട്ട് അയലോക്കത്ത് നിന്നിറങ്ങി വഴി തെറ്റിപ്പോയി. പിന്നെ ആരാണ്ടാ പിടിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞതേ, പണ്ട് മുറികൾ അറിയാം. 10-12 മക്കളുണ്ട്. ഈ 12 മക്കളുണ്ടെങ്കിൽ വീണ്ടും കാണും 2 വിരുന്നുകാർ. അവര് വന്നാലും വിടത്തില്ല.
എങ്ങനെയാ ചെയ്യുന്നത്? അവര് വരുമ്പോൾ വീണ്ടും അമ്മമാര് പറയും, ഇവിടെ പട്ടിണി കിടന്നാലും അവരെ വീണ്ടും 2 ദിവസം കൂടി ഇരുത്തിയിട്ട് കിടത്തിയിട്ട് പോകുന്ന ദിവസം വീണ്ടും ചോദിക്കും, ഇനി എന്നാണ് വരുന്നത്? ഇന്ന് എല്ലാ വീട്ടിലും ഗസ്റ്റ് റൂം ഉണ്ട്. എവിടെ ഗസ്റ്റ്? പറ. ഗസ്റ്റ് റൂമും പൂന്തോട്ടവും ഒക്കെ തന്നെ. ഒരു ഗസ്റ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടിട്ട് വരത്തുമില്ല. എന്നിട്ട് നമ്മളങ്ങ് പാടുകയാ, ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നു വന്നോ. തമ്പുരാൻ നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഒരു സ്നേഹബന്ധം, ഒരു ഹൃദയ സ്നേഹം. ഇത് ഞാൻ പറയുമ്പോഴും കറ്റാനത്തും കായംകുളത്തും കൊട്ടാരക്കരയിലും അടൂരും ഇന്നും ടൈറ്റസ് അച്ഛൻ പറയുന്നതിനേക്കാൾ അനേകരെ ദൈവത്തിൽ കൊണ്ടുവരുന്ന സ്നേഹമുള്ള കുടുംബമുണ്ട്, സ്നേഹമുള്ള വ്യക്തികളുണ്ട്. അതിലൊന്നായി മാറാനാണ് യേശു തമ്പുരാൻ ഈ കൺവെൻഷൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമയച്ചുരുക്കം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആദ്യ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഈ ധനുഗീതം പാടാൻ ഉപേക്ഷിക്കേണ്ട 7 കാര്യങ്ങൾ മനസ്സിൽ മന്ത്രമായി എന്ന് പറഞ്ഞേ: ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാതെ രക്തം ചൊരിയുന്ന കയ്യ്, ദുരുവായി നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഇനി 7 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അഭിഷിക്തനാണെന്നുള്ള ബോധ്യമുള്ള ദൈവമക്കൾക്ക് കുർബാനയിലൂടെ 7 ധൈര്യങ്ങൾ ദൈവം തരും. ഇത് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, കാണാതെ പഠിക്കണം. ദൈവം തരുന്ന 7 ധൈര്യങ്ങൾ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ പ്രകാശം, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനും, ഞാൻ വാതിലാകുന്നു, വഴി സത്യവും ജീവനുമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇതാണ് 7 അയാംസ്. യേശു തമ്പുരാൻ കൂടെ നടക്കുന്ന ദൈവമക്കൾക്ക് തരുന്ന 7 ധൈര്യങ്ങളാണ് 7 അയാംസ്. പക്ഷെ ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ധൈര്യങ്ങൾ കുർബാനയായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. പലരും പറയാറുണ്ട്, അച്ഛാ ഇവിടെ കുർബാനയ്ക്ക് വന്നു നിന്ന ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. മനസ്സിലാവത്തില്ല. കാരണം ഇതുമായി ഒരു ബന്ധമില്ലാതെ മനസ്സിലാവാതെ. അതുകൂടെ ഞാൻ പറയട്ടെ, ശനിയാഴ്ച വൈകിട്ട് മുതലേ നിങ്ങൾ TV ഓഫ് ചെയ്തേ, മൊബൈൽ മാറ്റി വെച്ച് അത്യാവശ്യം കോൾ എടുത്തു, പത്രം വായിക്കാതെ ഒരുങ്ങി രാവിലെ പള്ളി വാ. അങ്ങനെ കുർബാനയ്ക്ക് വന്ന് നിന്ന് ശ്രദ്ധയോടെ നിന്നേ. ആ കുർബാന കഴിയുമ്പോൾ നടുവേദന മാറും. കുർബാന കൊണ്ട് ക്യാൻസർ മാറിയ രോഗികളെ എനിക്കറിയാം, തലവേദന മാറിയവരെ എനിക്കറിയാം. പക്ഷെ നമുക്കല്ല ഇന്ന് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇപ്പൊ നമ്മുടെ കൂതാശകൾ നടക്കുമ്പോൾ പോലും എനിക്കറിയാം, ഒരു ശവസംസ്കാരം നടന്നാല്, ഒരു കല്യാണം നടന്നാൽ അച്ഛന്മാർ വിളിച്ചു പറയുന്നുണ്ട്, വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു, എല്ലാവർക്കും എഴുന്നേക്കാം. ചില നാടക ട്രൂപ്പിൽ പറയുന്നുള്ളൂ, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഒരു കൂതാശ ഇവിടെ നടക്കുമ്പം എന്താ അരമണിക്കൂർ അച്ഛന്മാരോടൊപ്പം നിൽക്കാൻ പറ്റാത്തത്? ഏവൻഗേലിയോന് മാത്രം എഴുന്നേൽക്കുന്ന ഒരു സംസ്കാരം നമുക്കില്ല. നമുക്കുള്ളത് ഈ നമസ്കാര, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇരുന്ന് മൊബൈലും വിളിച്ച് നാടകം കാണുവാന്ന്. ഇവിടെ ദൈവമക്കളെ, എന്റെ കൂടെ ഉള്ള ഒരാളാണ് മണ്ണിൽ നിന്ന് പോകുന്നത്. ആ സമയത്ത് ഇരുന്ന് വർത്താനം പറയാമോ? എന്റെ കൂടെ ഉള്ള ഒരു സഹോദരന്റെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ഇരിക്കാമോ? അല്ല. 50 മിനിറ്റ് നിന്നേ, അരമണിക്കൂർ നിന്നേ. തീരെ വയ്യാത്തവർ ഇരുന്ന് ഏവൻഗേലിയോന് എഴുന്നേൽക്കണ്ട. പക്ഷെ നമ്മൾ ഇതിനെ ഗൗരവത്തോടെ കാണണം. വൈദികരുടെ ഓർമ്മയ്ക്ക് ചൊല്ലുന്നുണ്ട്, കർത്താവെ നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. നമ്മൾ ഈ ആരാധന കാര്യത്തിനകത്ത് ഒരു ഗൗരവം പോകരുത്. നമുക്ക് വയ്യ. അപ്പം പലർക്കും തീരെ ഇരിക്കാനും എഴുന്നേൽക്കാനൊന്നും വയ്യ. പള്ളി വന്നാൽ വയ്യ, ഇരിക്കാൻ പോകുന്ന വഴിക്ക് ഒരു പട്ടി ഓടിച്ചു നോക്കട്ടെ, ഇപ്പം ക്ഷീണം. PT ഉഷയേക്കാൾ സ്പീഡിന് ഓടത്തില്ലയോ? നമ്മുടെ കുഞ്ഞിന് രോഗം വന്നു നോക്കട്ടെ. ഇപ്പൊ ഒരു പരിധി വരെ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ, ഒരു പരിധി വരെ ദേവാലയത്തിൽ വരുമ്പോൾ ഓർക്കണം, അലസതലേശം ബാധിച്ചാൽ, ഉറക്കെ പാടി, അലസതലേശം അശുഭ വഴിക്കു വശം വദന സ്വാൽത്തെ സ്വയമേ. ദേവാലയത്തിൽ വന്ന് കുർബാനയിലൂടെ നമുക്കിതാ 7 ദൈവിക പ്രകാശങ്ങളുടെ ധൈര്യം കിട്ടുന്നു. അതിനാദ്യത്തേതാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശം. ഇതെവിടാ? കുർബാനയിൽ. വെളിവ് നിറഞ്ഞോ ഈശോ. ഈ സമയത്ത് പള്ളി കാണണം. ഒരിക്കലും ഞാൻ പലരോടും പറയണ, നിങ്ങൾ പലരും യൂട്യൂബിലൂടെ കേട്ട് കാണും. ഇപ്പോഴും എനിക്കറിയാം, രാവിലെ 7 മണിക്ക് നമസ്കാരം തുടങ്ങുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഒരുപാട് ഫാമിലി വരുന്നുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിൽ ഇപ്പം രാവിലെ 160 വീടുള്ളൊരു പള്ളിയുണ്ട്. കുറേ ഫാമിലി രാവിലെ, നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്ക്. ഇത് ഇപ്പോഴും അങ്ങനെ വരുന്നവരുണ്ട്. ചിലർ 10 മണിക്ക് കുർബാന തരും, 9:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ, എൻ്റെ ഇവിടെ തമ്പര സുഖമില്ലാതെ നടക്കുവാന്നു. ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരാം, ഇനി വന്നാലോ പിന്നെ ഇവിടെ ചുറ്റിക്കറങ്ങി ഫോണും വിളിച്ച് ഓഫീസിലും പോയി. അതല്ല, എൻ്റെ യഹോവയുടെ ആലയത്തിലോട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഓടി വരണം പള്ളിയിൽ.
ഇത് കർത്താവിന്റെ കാൽവറിയിലെ ജീവനുള്ള ബലിയാണിത്. പക്ഷെ പിന്നെ നമ്മുടെ ആരാധനയ്ക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു. അതുകൂടെ ഞാൻ പറയാം. ആരാധനയെ നിങ്ങൾ കുർബാന ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയാമോ? അച്ഛനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. പാട്ടുകൾ ജനങ്ങൾ പാടണം, കുർബാന പുരോഹിതൻ, ഇടവായന അത് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇടവായന ശുശ്രൂഷക്കാർ. അതാണ് മർത്തോമേൽ അച്ഛനിരിക്കുന്ന മാരാമണ്ട പാട്ടുകൾ പാടുമ്പോൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും കൂടെ പാടുന്നത്. അതാ ഞാൻ പാടിച്ചത്. നമ്മുടെ കറ്റാനം പള്ളി വലിയ പള്ളിയാണ്. മൈക്കിനകത്തൂടെ പാടുമ്പോൾ ഞാൻ എൻ്റെ പള്ളി കുക്കിലോന്റെ സമയത്ത് കൊയറുണ്ട്. പക്ഷെ കുക്കിലോൻ മൈക്ക് ഓഫ് ചെയ്യും, മുഴുവൻ ആൾക്കാരൂടെ പാടുന്നത്. പക്ഷെ നമ്മുടെ പള്ളിയിലെല്ലാം ഇന്ന് ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. മൈക്കിന്റെ സൗണ്ട് കൊണ്ട് ആർക്കും പാടാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ പാടി നോക്കി. അൻപുടയൊന്ന് പാടിയേ, രക്ഷകനൊരു ചെയ്തൊന്ന് പാടി. കൊയറും വേണം, കൊയറിനോടൊപ്പം തന്നെ ജനങ്ങളോട് ചേർന്ന്. പക്ഷെ ഓവർ സൗണ്ട് വന്നാൽ ജനങ്ങൾ അകലും, പള്ളിയോട് അകലും. ഞാൻ നോക്കിയിട്ട് മാരകമാണത്. ഞാൻ ഈ കഴിഞ്ഞ മാസം 4 ഭദ്രാസനത്തിൽ ശുശ്രൂഷക്കാർ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, പള്ളിയിൽ ആരാധനയും നമ്മുടെ പാട്ടുകൾ ജനങ്ങളോട് ലീഡർഷിപ്പിന് എന്തായാലും കൊയർ വേണം. അത് വേണ്ടാന്ന് പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ സൗണ്ട് കുറച്ച് പാട്ടുകൾ പാടുമ്പം മാരാമൺ കൺവെൻഷനൊക്കെ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി എന്താ? ആർക്കും പാടാം, നല്ലപ്പം ചെന്നിരിക്കുന്നവർക്കും പാടാം. പാടിയേ അൻപുടയോ പുരുഷന്മാരോട് നന്നായിട്ടൊന്ന് പാടിയേ. ഒന്നുകൂടെ അൻപുടയോ രക്ഷകനുര ചെയ്ത കൈക്കൊള്ളും നോരിൽ വാസം യാചിക്കേണ്ടും സമയമിതാ മോചിക്കും വേണ്ട. വിവാഹോദാശിയുടെ ഒരു പാട്ട് പാട്. ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം. അത് നിങ്ങൾ പാടണ്ട, ഞാൻ പാടാം. മറ്റേത് പാടിയാൽ തൻ ബഹുകൃപയാ ഈ ഇവിടെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഇങ്ങനെ എല്ലാവരോടും ഒന്ന് പാടാമോ? എന്നെ അനുഗ്രഹമായിരിക്കും. ഗായക സംഘത്തോടൊപ്പം തന്നെ ഒന്നുകൂടെ പാടി. തൻ ബഹുകൃപയാലി ഇന്നിവിടെ പള്ളി വരാത്തവരിവിടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് ഓടിഞ്ഞ് വരും. കാരണം നമ്മൾ ഈ ആരാധനയ്ക്ക് വൈദികരോടൊപ്പം ഗായക സംഘമൊക്കെ അവർ ഒത്തിരി ട്രെയിൻ ചെയ്ത് പാടുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹം ഇതിനോടൊപ്പം നമ്മുടെ ജനങ്ങൾ ചേർന്ന് ആരാധിച്ചാൽ ആരും പള്ളി നകലത് ഇത് വന്ന് കൈയും കെട്ടി നിൽക്കുക എന്തോന്ന് അവർക്കും അറിയത്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ആരാധനയിൽ ഈ ഒരു ഏകീകരണം വരണം. ഇത് വന്നില്ലെങ്കിൽ പള്ളി നശിക്കും, യാതൊരു ഡൗട്ടുമില്ല. പലർക്ക് ശബ്ദം കൊണ്ട് പള്ളി നിൽക്കാൻ വയ്യ. ദൈവികമായി ഞാൻ എൻ്റെ സ്വപ്നമാണ് എൻ്റെ ആരാധന, എൻ്റെ സഭയുടെ വിശ്വാസം. കാരണം ഈ പാട്ടിൻ്റെ ആരാധനയുടെ ശൈലികളൊക്കെ തന്നെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വന്ന ദൈവമക്കളെ, നമ്മുടെ ജനങ്ങൾ പള്ളിയിൽ നിന്ന് കരയും. കാൽപാദങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ വീണു നമ്മുടെ നാവിൽ നിന്ന് വരണം. അതിന് വലിയ ട്യൂണൊന്നും വേണ്ട. ജീവനുള്ള ബലി, കാൽവരിയിൽ യാഗമായ ജീവനുള്ള ബലി അർപ്പിക്കപ്പെടുമ്പം ജനങ്ങളുടെ ഒരേ സ്വരങ്ങൾ ഒരുപോലെ വന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അവിടെയാണ് വെളിവ് പറഞ്ഞ ഒരു ഈശോ, ഞാൻ ലോകത്തിന്റെ പ്രകാശം. 2, ഞാൻ നല്ല ഇടയനാകുന്നു. സദറയിൽ പാടുന്നുണ്ട്, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായി ഉള്ളവേ നിനക്ക് സ്തുതി. ഇനി കുർബാനയുടെ അവസാനം ചൊല്ലുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു. 3-മത്തത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും. കുർബാനയുടെ ഇടയ്ക്കുള്ള പാട്ടിൽ നമുക്കറിയാം, യജമാനൻ വരുമെന്നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻവാതിൽ. അപ്പൊ നോക്കി, ബൈബിളും കുർബാനയായിട്ടുള്ള എത്ര കണക്ഷനാ നോക്ക്. ഞാൻ ലോകത്തിന്റെ പ്രകാശം, വെളിവ് നിറഞ്ഞ ഒരു ഈശോ. ഞാൻ നല്ല ഇടയൻ സെദറയിൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, യജമാനൻ വരുമെന്നേരത്ത്. ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻവാതിൽ. ഞാൻ വഴി സത്യവും ജീവനുമാകുന്നു. അത് വിശുദ്ധ കുർബാനയുടെ രഹസ്യ പ്രാർത്ഥനയിലെല്ലാം അതാണ് അർത്ഥം. 6, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും സഭയിലെ
സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയിലെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. 7, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ. അപ്പോൾ ബൈബിളും കുർബാനയായിട്ടുള്ള നമ്മുടെ ബന്ധം അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ താൻ അഭിഷിക്തനാണെന്ന് അറിയത്തുള്ളൂ. ആ ബോധ്യം വരുന്നവർ ജീവിതത്തിൽ ആരാക്രമിച്ചാലും ആര് കൊല്ലാൻ ശ്രമിച്ചാലും, മസ്മൂറെ പറയുന്നുണ്ട്, നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലത്തു ഭാഗത്ത് 10,000 വീഴും, എങ്കിലും അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. പ്രസംഗത്തിന്റെ 2 സെക്ഷൻ അവസാനിച്ചു. ഞാൻ എടുത്ത വാക്യം ധനുർഗീതമാണ്. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. ഈ ധനുർഗീതത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഈ ധനുർഗീതം ദാവീദിനെ പോലെ പാടുവാൻ ഉപേക്ഷിക്കേണ്ട 7 കാര്യങ്ങൾ, അതിൽ യേശുക്രിസ്തു കൈകൊണ്ട് കാണിച്ചെന്ന 6 നന്മകൾ, 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ. അപ്പൊ 7 കാര്യം ഉപേക്ഷിക്കുമ്പം കുർബാനയിലൂടെ 7 ധൈര്യങ്ങൾ നമുക്ക് തരും. അങ്ങനെ 7 കാര്യം ഉപേക്ഷിച്ച് 7 ധൈര്യങ്ങൾ സംശീകരിക്കുമ്പോൾ ദാവീദിനെ പോലെ ധനുഗീതം പാടുവാൻ 4 പ്രതിജ്ഞകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. കമ്പിവാക്യത്തിൽ സങ്കീർത്തനങ്ങളിൽ നിന്ന് 4 പ്രതിജ്ഞകൾ കൂടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4 കമ്പിവാക്യത്തിൽ ഇത് ഓർക്കണം. അതിൽ ആദ്യത്തേതാണ് ദാവീദിന്റെ സങ്കീർത്തനം 23 അവസാന വാക്യം, വിശുദ്ധിയുടെ പ്രതിജ്ഞ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതമാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഇത് വേറെ ആർക്ക് കാണുവാനോ എടുക്കുവാനോ സാധ്യമല്ല. കൃത്യമായിട്ടും ഓരോ കുർബാന കടന്നു വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് ബൈബിൾ വാക്യങ്ങൾ വരുന്നുണ്ട്, ഇല്ല? നമ്മുടെ എല്ലാ മൊബൈൽ ധാരാളം ബൈബിൾ വാക്യങ്ങൾ വരും. എന്താ വാക്യം കൊടുത്തിരിക്കുന്നത്? നിന്നെ ദൈവം അനുഗ്രഹിക്കും, ദൈവം നിനക്ക് ഉയർച്ച തരും. പക്ഷെ തിരിച്ചുണ്ടോ? നീ മാനസാന്തരപ്പെടാനോ നമ്മുടെ കുറവുകളെ കഴുകിക്കളയാനോ ദൈവമേ ഞാൻ ഇന്ന് വരെ വായിച്ചിട്ടില്ല, നിർമ്മലമായ ഹൃദയം തന്ന് സ്ഥിരതയുള്ള ആത്മാവിനെ എനിക്ക് പുതുതാക്കി. ഇങ്ങനെയുള്ള വാക്യമൊന്നും ആരും വായിക്കത്തില്ല. നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന വാക്യങ്ങളായിരിക്കും, അതാണ് അയച്ചു. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി, ദൈവം മുമ്പാകെ എന്റെ യേശുവേ എന്റെ കുറവുകളെ കറക്റ്റ് ചെയ്താൽ എന്റെ ഭവനത്തിൽ ഐശ്വര്യം വരും, എന്റെ ഭവനത്തിൽ അനുഭവങ്ങൾ സാക്ഷ്യമായി മാറും. അതുകൊണ്ട് മറന്നു പോകരുത്. 1-ാമത്തെ പ്രതിജ്ഞ വിശുദ്ധിയുടെ പ്രതിജ്ഞ. 2-ാമത്തെ പ്രതിജ്ഞ കടപ്പാടിന്റെ പ്രതിജ്ഞയാണ്. 34-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവൻ, രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കടമനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയിൽ ഒരു വരിയുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഞാൻ മുമ്പേ ഒരു സദറ പറഞ്ഞല്ലോ, തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായി ഉള്ളവയെ നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്ദ്യപൂഴി, അത് പണ്ടത്തെ തക്സയെ കൊടുത്തിരുന്ന ഭൂമിയിലെ മൺകട്ട എന്ന. ജീവിതത്തിൽ നമ്മൾ മണ്ണാണ്, മണ്ണിലേക്ക് തിരികെ ചേരും. പക്ഷെ മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ ഈ മണ്ണ് വിട്ട് പോകുന്നതിനകത്ത് ചില കടപ്പാട് വേണം. ആദ്യത്തെ കടപ്പാട് ആരോടാ? ദൈവത്തോടായിരിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾ ഉഴപ്പരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബൈബിൾ വായന. നിങ്ങളുടെ സ്വന്തം ബൈബിൾ ആർക്കും കൊടുക്കരുത്. വന്ദനായ TJ ജോഷുവച്ചൻ 94 വയസ്സായി, കൊച്ചമ്മ ആക്സിഡന്റിൽ മരിച്ചു, 3 പ്രാവശ്യം ക്യാൻസർ വന്നു, 7 സർജറി കഴിഞ്ഞു, ഇപ്പോഴും രോഗങ്ങളുണ്ട്. പക്ഷെ 94-ാമത്തെ വയസ്സിലും 67-ാമത്തെ പുസ്തകം എഴുതി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നു, യഹോവ എന്റെ ജീവന്റെ വെളിച്ചം. ഇത് അച്ഛന് മാത്രമല്ല, ആ ജീവിതം കാണുന്ന നമുക്കും പറ്റും. ദൈവത്തോട് ചേർന്നിരിക്കണം. എത്ര ബോറടിച്ചെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചേ. ഒരുപാട് പേര് വന്ന് കൊറോണ സമയത്ത് ബോറടിക്കുന്നു, വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു, അതിന് ബിരിയാണി ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇടുക, ടൂർ പോയി സ്റ്റാറ്റസ്, വെള്ളത്തിൽ ചാടി സ്റ്റാറ്റസ് ഇടുക. ഇട്ടോ? അതിനേക്കാൾ ഉപരി മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സ്റ്റാറ്റസ് ഇട്, ബൈബിൾ വായിക്കുന്ന സ്റ്റാറ്റസ് ഇട്, ദൈവത്തെ അറിയുന്ന സ്റ്റാറ്റസ് ഇട്. മറ്റേ തമാശകളൊന്നും വേണ്ട. അതൊക്കെ ജീവിതത്തിന് നർമ്മങ്ങളും തമാശകളൊക്കെ വേണം. പക്ഷെ ഇതെല്ലാം പോകും. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേടി, ഉറക്കപ്പാടി, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന. ഇതെല്ലാം കുമിള പോലെ കുതിച്ചു. അത് നാളെ ഒരു വേദന വരുമ്പോൾ ഇതെല്ലാം പോവുകയും ചെയ്യും.
അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലും ദൈവവചനത്തിൽ ഒരു ദിവസം 20 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കാതെ ഉറങ്ങരുത്. ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് കത്തും. അത്ര പവറാണ് ഈ ബൈബിളിന്, അത്ര പ്രകാശമാണ്. ഇപ്പം കല്യാണ സമയത്തൊക്കെ കല്യാണം കഴിയുമ്പോഴേക്കും ട്രസ്റ്റി ഒരു ബൈബിൾ കൊണ്ട് അച്ഛൻ്റെ കൊടുക്കും. അച്ഛനത് കാര്യമായിട്ട് മണവാളിനും മണവാട്ടിക്കും കൊടുക്കും. ഇതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ കളഞ്ഞിട്ട് ഡാൻസും പാട്ടുവാ. പിന്നെ എവിടെ ഗുണം പിടിക്കുന്നത്? ഈ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മണവാളിനും മണവാട്ടിയുടെ ആനയുടെ മണ്ടയ്ക്ക് കയറി. അരമണിക്കൂറിനകത്ത് പെണ്ണ് താഴെ വീണ് പ്ലാസ്റ്റർ വിട്ടു. വല്ല കാര്യമുണ്ടോ? ഈ ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കരുത്. അഹങ്കരിക്കാനുള്ളതല്ല കുടുംബജീവിതം. പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ മന്ത്രകോടിയും ഇട്ടൊരു ഫോട്ടോയും എടുത്ത് ഓഡിറ്റോറിയത്തിൽ പോയി കഴിച്ച് ശാന്തമായി ജീവിച്ച ഒരു ജീവിതമുണ്ട്, തലമുറ കണ്ടൊരു ജീവിതമുണ്ട്. ഇന്ന് മുഴുവൻ അഹങ്കാരങ്ങളും നമ്മൾ കാണിക്കുക. ഇതെവിടം കൊണ്ട് പൊറുക്കും, എവിടം കൊണ്ട് ക്ഷമിക്കും? എല്ലാം നമുക്ക് വേണം. ഒരു വിവാഹമാണ്, വിവാഹ കൂദാശയാണ്, ആവശ്യമുള്ളതെല്ലാം നമുക്ക് വേണം. പക്ഷെ ഉടയ തമ്പുരാൻ മോളിൽ നിന്ന് നോക്കുമ്പോൾ നിനക്ക് തന്നത് കൊണ്ട് തമ്പുരാൻ കണ്ണുനീരൊഴുക്കുവാൻ ഇടയാകല്ലേ. അഹങ്കരിക്കുന്ന തമ്പുരാൻ താഴ്ത്തിവിടും. മറക്കരുത്, ഇത് പേരെടുക്കാൻ പ്രസംഗിക്കുന്നതല്ല, എന്റെ ആത്മാവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാ. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ മകന്റെ കല്യാണത്തിന് പൈസ ദൂർത്തടിക്കുമ്പോൾ ഇന്നും മിന്നു പേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഈ മണ്ണിലുണ്ടെന്ന് മറക്കരുത്. ആഹാരം അകത്തോട്ട് പോകാൻ പറ്റാത്തവർ ധാരാളം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റാത്ത തൊണ്ട ക്യാൻസർ ഉള്ളവരില്ലേ, കാഴ്ചയില്ലാത്തവരില്ലേ? ഇപ്പം ജീവിതം ജീവിക്കാനുള്ളതാണ്, നശിപ്പിച്ച് കാണിക്കാനുള്ളതല്ല. മര്യാദയോട് ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നത്. മാരാമൺ കൺവെൻഷന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി ഉറക്കപ്പാടി. നന്മയൊന്നും മുടക്കുകയില്ല. ഈ കടപ്പാടിന്റെ പ്രതിജ്ഞയിൽ ഒന്നുകൂടിയുണ്ട്. നമുക്ക് ജീവൻ തന്ന അമ്മയപ്പന്മാരെ, നിനക്ക് നന്മ വരാൻ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, ജന്മം നൽകി. 2, 9 മാസം നിന്നെ ഉദരത്തിൽ കൊണ്ടു നടന്നു. എത്രയോ ഭവനങ്ങളിൽ എത്ര പണമുണ്ടെങ്കിലും സൗകര്യമുണ്ടെങ്കിലും മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട്. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും. അടുത്തിടയ്ക്ക് ഒരു പേരൻസിന്റെ മക്കൾ പറയാം, അച്ഛാ ഞങ്ങൾക്ക് എപ്പോഴും വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അപ്പനെ ഒന്ന് നോക്കിക്കോണേ. അടുത്തിടയ്ക്ക് അമ്മ മരിച്ചപ്പോൾ അവർ കാണിച്ചത് ആ നാട്ടിൽ മുഴുവൻ മാതൃകയാണ്. പക്ഷെ മറ്റു ചിലരെ എനിക്കറിയാൻ തിരിഞ്ഞു നോക്കത്തില്ല. മരിച്ചു കഴിയുമ്പോൾ പറക്കെ കിട്ടി വരികയാണ്. ആരെ കാണിക്കാൻ? ഏത് ലൈവ് കാണിക്കാൻ? അയൽപക്കക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഈ ജീവിതം. ആ മുടക്കി 5 ലക്ഷത്തിന്റെ 50,000 ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 5 വർഷം കൂടെ അമ്മ ജീവിച്ചിരുന്നേനെ. ഒന്ന് സ്നേഹത്തോടൊന്ന് വിളിച്ചെങ്കിൽ. കാൽവറിയിൽ വേദനയോടിരിക്കുമ്പോഴും യോഹന്നാനെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മറക്കരുത്, സൂര്യനെ നോക്കി വളരുന്ന ചെടി ഒരിക്കലും സൂര്യന്റെ അടുത്ത് മുട്ടാറില്ല. എത്ര വളർന്നാലും മാതാപിതാക്കന്മാരുടെ കാലത്തോട്ട് തൊടണം നമ്മൾ. കാലം ചെയ്ത മാത്യുസ്തീയം ബാവ തിരുമേനി എന്നേക്കാൾ കൂടുതൽ അച്ഛനൊക്കെ അറിയാം. തിരുമേനിയുടെ പിതാവിനെ കുറിച്ച് തിരുമേനി പറഞ്ഞത്, മക്കളെ ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ പിതാവിന്റെ കൈപ്പുറം പിടിച്ച് മുത്തും. എന്താ കൈപ്പുറം പിടിച്ച് മുത്തിയത്? അത് കൈവെള്ളം മുത്താൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. മാതാപിതാക്കന്മാരുടെ കണ്ണുനീറി മണ്ണിൽ വീടരുത്. ആ കടപ്പാട് മറക്കരുത്. കടപ്പാടിന്റെ പ്രതിജ്ഞ. 3ാമത്തെ പ്രതിജ്ഞ 55-ാം സങ്കീർത്തനം 16ഉം 17ഉം. എന്റെ യഹോവയെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. നമ്മുടെ കണ്ണുനീര് ആരും കാണണ്ട, പക്ഷെ കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. കണ്ണ് തെളിയും, മനസ്സ് തെളിയും. അത്ര പവറാണ്. മധ്യസ്ഥിയം ബാവ തിരുമേനി പറയുന്ന മറ്റൊരു കൊട്ടേഷൻ കൂടിയുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും. ഒന്ന് പറഞ്ഞേ, നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും. നോക്കി എത്ര സുന്ദരമായ വരിക. നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും. നിഷ്ഠയുടെ പ്രതിജ്ഞ. ഒരു പ്രതിജ്ഞ കൂടി. 119-ാം സങ്കീർത്തനം 62-ാമത്തെ വാക്യം. ത്യാഗത്തിന്റെ പ്രതിജ്ഞ. നിന്റെ നീതിയുള്ള വിധികളെ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. 7:10 കഴിഞ്ഞപ്പോഴാണ് പ്രസംഗം തുടങ്ങിയത്. പക്ഷേ ഈ സബ്ജക്റ്റ് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിലേ പറ്റൂ. സമയ ചുരുക്കം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ശ്രദ്ധയോടെ ഇരുന്നത് കൊണ്ട് ഞാൻ ഈ മൂഡിലങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളോട് പ്രതിജ്ഞയായി ദാവീദിലൂടെ പറഞ്ഞതാണ്. 1, വിശുദ്ധിയുടെ പ്രതിജ്ഞ. 2, കടപ്പാടിന്റെ പ്രതിജ്ഞ. 3, നിഷ്ഠയുടെ പ്രതിജ്ഞ. 4, ത്യാഗത്തിന്റെ പ്രതിജ്ഞ. ദൈവമക്കളെ, ഈ ധനുഗീതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി സ്വായത്തമാക്കുവാൻ ഞാൻ എടുത്ത വേദവാക്യമാണ്. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. ധനുഗീതം പാടുവാൻ 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച്
7 ധൈര്യങ്ങൾ നോക്കി ശ്രദ്ധ പോകുന്ന ഇങ്ങോട്ട് നോക്കേ. 7 ധൈര്യങ്ങൾ സാംശീകരിച്ച് 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച് 4 പ്രതിജ്ഞകൾ എടുക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ദൈവമക്കളും ഈ മണ്ണിൽ നിന്ന് ഏത് പ്രായത്തിലോ പോകട്ടെ. ചിലർ പറയാ, അച്ഛാ പെട്ടെന്നൊരു രോഗം വന്നാൽ, പെട്ടെന്നൊരു മരണം വന്നാൽ എൻ്റെ കുഞ്ഞു അങ്ങനൊന്നും നശിക്കില്ല. നമ്മുടെ ഭവനം തമ്പുരാൻ ഉയർത്തും. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അതുകൊണ്ട് ദൈവിക ശബ്ദത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്നു മുതൽ ജീവിതത്തിന്റെ ക്രമം തെറ്റിയവർ ഒരു ക്രമം ഉണ്ടാക്കണം. മുടങ്ങാതെ പള്ളിയിൽ വരണം, അതിരാവിലെ വരണം, നമസ്കാരങ്ങൾ കൃത്യമായി പങ്കുകൊള്ളണം. സഭയുടെ ഒരു നോമ്പും വിടരുത്. പലരും പറയാറുണ്ട്, ഓ എന്തോ നോമ്പാണ്. ദിദിമോസ് ബാബ പറയുന്ന ഒരു വരിയുണ്ട്, മക്കളെ, പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം നോമ്പ് ഉപവാസവും ദൈവത്തോടെ പറന്നെടുക്കുന്ന. നമ്മുടെയൊക്കെ ഭവനത്തിലെ അനർത്ഥങ്ങൾ മാറാൻ നോമ്പ് ഉപവാസം എടുത്താൽ മതി. പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പോൾ ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കും. അത്ര പവറുള്ളതാണ് ഈ നോമ്പ്, മറന്നു പോകരുത്. അപ്രകാരം ജീവിക്കാനാണ് അവസാനം ഞാൻ 4 പ്രതിജ്ഞകൾ പറഞ്ഞത്. 1 വിശുദ്ധിയുടെ പ്രതിജ്ഞ, 2 കടപ്പാടിന്റെ പ്രതിജ്ഞ, 21-ാം സങ്കീർത്തന ആദ്യ വാക്യം, 34-ാം സങ്കീർത്തന ആദ്യ വാക്യം, 3 നിഷ്ഠയുടെ പ്രതിജ്ഞ, 55-ാം സങ്കീർത്തനം 16-ഉം 17-ഉം, അവസാനത്തത് ത്യാഗത്തിന്റെ പ്രതിജ്ഞ, 119-ാം സങ്കീർത്തനം 62-ാമത്തെ വാക്യം. ജീവിതത്തിൽ എൻ്റെ യേശുവെ എന്ന് ഒരുമിച്ച് വിളിക്കുവാൻ എല്ലാവരും വലത് കൈ ഉയർത്തിയേ, നെഞ്ചത്തോട്ട് വെച്ചേ, നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ണടച്ച് എൻ്റെ യേശുവെ എന്ന് വിളിച്ചേ. എൻ്റെ യേശുവെ, ദൈവമേ, ഈ പള്ളിയിൽ വന്ന് നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ജീവിച്ച് ദൈവത്തിന് വേണ്ടി ധനുർഗീതം പാടുവാൻ ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്. എൻ്റെ ദൈവം തമ്പുരാൻ തന്ന ആയുസ്സിൽ ആർക്കും ദ്രോഹമുണ്ടാകാതെ നല്ല പ്രത്യാശയുള്ള സ്നേഹമുള്ള ഹൃദയങ്ങൾ അറിയുന്ന ബന്ധമായി ഇന്നു മുതൽ എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അയൽപക്കക്കാരോട്, ബന്ധുമിത്രാദികളോട് ഇതൊരു ചടങ്ങിന് വേണ്ടി വന്നിരിക്കുകയല്ല. ഓരോ പുരോഹിതനും ഇവിടെ പ്രബോധനം നടത്തുമ്പോൾ, ഓരോ വൈദികനും കുർബാന അർപ്പിക്കുമ്പോൾ നീ കാൽവരിയിൽ കാണിച്ചു തന്ന ജീവിതമാർഗത്തിന്റെ സാക്ഷികളായി ജീവിക്കാനാണെങ്കിൽ യേശുവേ ഇതൊരു വെളിച്ചമായി മാറണമേ. ധനുഗീതം ഞാൻ പാടുന്നു, ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.